കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ വൈദ്യുരാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടിയുമായി സർക്കാർ. തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. വൈദ്യുതി ലൈൻ മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റ് നൽകിയ വിശദീകരണം തൃപ്തമല്ലാത്ത സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. മാനേജറുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. CPM നിയന്ത്രണത്തിലുള്ള തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെയും മാനേജരെയും പിരിച്ചുവിട്ടു. ഭരണം സർക്കാർ താൽക്കാലികമായി ഏറ്റെടുത്തു. വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവമായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിയുന്നത്ര കൃത്യതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത്. മേൽപ്പടിയം സമർപ്പിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല. ആയതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം 3 ചട്ടം 7 പ്രകാരം ശ്രീ ആർ തുളസീധരൻ പിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട്. നേരത്തെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന അധ്യാപികയ്ക്ക് എതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു. പാർട്ടി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ എത്തിയത്. കഴിഞ്ഞ ജൂലൈ 17 രാവിലെയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയും സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.